അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രിയും എംഎൽഎയുമായ കെ ബാബുവിനെതിരെ ഇഡി കുറ്റപത്രം. കലൂർ PMLA കോടതിയിലാണ് ഇഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ കെ ബാബുവിന്റെ 35 ലക്ഷത്തോളം രൂപയുടെ സ്വത്ത് ഇഡി കണ്ടുകെട്ടിയിരുന്നു. വിവരങ്ങൾ നൽകാനായി എസ് രാഗിൻ ചേരും. രാഗിൻ, ഈ കുറ്റപത്രത്തിൽ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്? വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ നേരത്തെ മുൻ മന്ത്രിയും അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ MLA-യുമായിട്ടുള്ള കെ ബാബുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ കലൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ കെ ബാബുവിന്റെ 25 ലക്ഷത്തിൽ പരം രൂപയുടെ സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരുന്നു. ആദ്യം വിജിലൻസ് ആണ് ഈ കേസ് അന്വേഷിച്ചത്. വിജിലൻസ് ആണ് കേസെടുത്തത്. PC ആക്ട് പ്രകാരം അഴിമതി നിരോധന നിയമപ്രകാരം എടുക്കുന്ന കേസുകളിൽ ഇഡിക്കും അന്വേഷണം നടത്താം. PMLA-യുടെ ആ രീതിയിൽ തന്നെ അന്വേഷിക്കാം. അങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ കേസ് അന്വേഷിച്ചത്. പ്രത്യേകിച്ചും 2000 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിലെ ചെലവ് അല്ലെങ്കിൽ വരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിച്ചത്. അന്ന് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് ഇഡിയും അക്കാര്യങ്ങൾ പരിശോധിച്ചിരിക്കുന്നത്. അന്ന് മന്ത്രിയുമായിരുന്നു 2011 മുതൽ 16 വരെയുള്ള കാലയളവിൽ കെ ബാബു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അന്ന് ബാർക്കോഴ ആരോപണം ആദ്യം ഉയർന്നു വന്നു. അതിനുശേഷമാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം എന്ന പരാതി വരികയും വിജിലൻസ് അന്വേഷിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കലൂർ കോടതിയിൽ. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇതിൽ കുറ്റപത്രത്തിന്റെ മറ്റു വിശദാംശങ്ങൾ എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും അതിന്റെ ഭാഗമായി നേരത്തെ സ്വത്ത് കണ്ടുകെട്ടുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങളും സ്വീകരിച്ചിരുന്നു.